പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാതാവേ, ഈ വചനം ഇന്ന് ഈ മണിക്കൂറിൽ ഗ്രഹിക്കാനാവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച് വാങ്ങിത്തരണമേ. ഞങ്ങൾക്കായി നിരന്തരം വചനത്തിൻ്റെ സാന്നിധ്യം അമ്മയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിലാണ് നമ്മുടെ ചിന്തകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ആദ്യം അല്പം കൂടി വിശദമായി ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോടുകൂടി ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കൺസോളിംഗ് ഏഞ്ചലിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആശ്വാസത്തിൻ്റെ മാലാഖ. മർത്തയും മറിയവും ലാസറും യേശുവിന് ആശ്വാസത്തിൻ്റെ മാലാഖമാരായിരുന്നു. ഈശോ ഇപ്പോൾ ഈ 3-ാം പ്രാവശ്യം, ബൈബിളിലെ ഈ 3-ാം പ്രാവശ്യം ഈ വീട്ടിലേക്ക് ഈശോ എത്തുന്നത് അവരെ ആശ്വസിപ്പിക്കാൻ എന്നതിനേക്കാൾ ഈശോ ആശ്വാസം തിരഞ്ഞാണ് അവിടെ എത്തിയത്. ഇതുപോലെ തന്നെ ഇനി ഓശാന ഞായറാഴ്ച രാത്രി, ഓശാന ഞായറാഴ്ചയുടെ തലേന്ന് ശനിയാഴ്ച രാത്രി, വിശുദ്ധ വാരത്തിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ രാത്രികളിൽ ഇതുപോലെ തന്നെ ഈശോ ഈ വീട്ടിലേക്ക് എത്തുന്നതായും നമ്മൾ കാണും. എന്തിനായിരുന്നു ഈശോ ഈ വീട്ടിലേക്ക് എത്തിയത്? തൻ്റെ പീഡാനുഭവത്തിൻ്റെയും തൻ്റെ കുരിശുമരണത്തിൻ്റെയും മാനസികമായ തയ്യാറെടുപ്പുകൾ, പ്രാർത്ഥനാപൂർവം തൻ്റെ പീഡാനുഭവത്തിനായി ഈശോ നടത്തിയ ഒരുക്കങ്ങൾ, കർത്താവ് മനസ്സൊരുക്കിയത് ഈ വീട്ടിൽ വെച്ചാവണം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവരാജ്യ പദ്ധതിയുടെ രക്ഷാകര പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായുള്ള തൻ്റെ അണിയറ ഒരുക്കങ്ങൾ ഈശോ നടത്തിയത് ഈ വീടിൻ്റെ ആശ്വാസത്തിൽ ആയിരുന്നിരിക്കണം. നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത് അങ്ങനെ ഓരോ ദൈവഭക്തനും, ദൈവത്തെ തേടുന്ന ഓരോ ആത്മാവിനും ക്രിസ്തുവിനെ ഇപ്രകാരം ആശ്വസിപ്പിക്കുക എന്ന ഒരു ചുമതല കൂടിയുണ്ട് എന്ന വളരെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം കൂടി ആത്മീയ പാഠങ്ങളിലുണ്ട്, ആത്മീയ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇനി നമ്മൾ കുറെ കൂടി ആഴമായി ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ്. പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ് ഈശോ എത്തുന്നത്. അവർ അവൻ അത്താഴമൊരുക്കി. പതിവുപോലെ മർത്ത അവനെ പരിചരിച്ചു. ഭക്ഷണത്തിലിരുന്നവരുടെ കൂട്ടത്തിൽ ലാസറും ഉണ്ടായിരുന്നു. ലാസർ അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചു. ഇനി നമ്മളുടെ ശ്രദ്ധ മുഴുവൻ മറിയത്തിലേക്ക് തിരിയുകയാണ്. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. 2 വിശേഷണങ്ങളാണ് ഈ തൈലത്തിന് നൽകിയത്. യോഹന്നാൻ നൽകുന്നത് വിലയേറിയത്, ശുദ്ധം. ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ മറിയത്തിന് നിർബന്ധമുണ്ട് ഏറ്റവും വിലപ്പെട്ടതാവണം യേശുവിന് കൊടുക്കുന്നത്.
മലാഖിയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്, ഞാൻ രാജാവാണ്, ഉച്ഛിഷ്ടം കാഴ്ചവെച്ചാൽ ഞാൻ പ്രസാദിക്കുമോ? മലിനമായത് നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ വെച്ചാൽ ഞാൻ പ്രസാദിക്കുമോ? ഏറ്റവും വിലയേറിയതാണ് മറിയം യേശുവിന് വേണ്ടി കരുതി വെച്ചത്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഈ സുഗന്ധ തൈലം ഇമ്പോർട്ടഡാണ്. ഇത് ഹിമാലയ അടിവാരങ്ങളിലും നേപ്പാളിലും മാത്രം വളർന്നിരുന്ന ഒരു ചെടിയുടെ, ജടാമാഞ്ചി ചെടിയുടെ തൈലമാണ്, നാർഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നു ടൈറിൽ നിന്നോ ഒക്കെ ഇമ്പോർട്ട് ചെയ്ത, ഇറക്കുമതി ചെയ്ത തൈലമാണ്. വിലയേറിയതാണ്, അപൂർവമാണ്. മറിയം യേശുവിന് വേണ്ടി കരുതി വെച്ചത് ഏറ്റവും വിലപ്പെട്ടതാണ്. കർത്താവിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം. ക്രിസ്തുവിനെ പ്രതി കുടുംബജീവിതം വേണ്ട എന്ന് വെച്ച് ബ്രഹ്മചാരികളായി ജീവിക്കുന്ന മനുഷ്യരെ എടുക്കുക. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ജീവിത പങ്കാളി, മക്കൾ തുടങ്ങിയവ മോശമായതുകൊണ്ടല്ല അവർ അത് യേശുവിന് വേണ്ടി പരിത്യജിക്കുന്നത്, മറിച്ച് അത് വളരെ നല്ലതായതുകൊണ്ടാണ്. ബ്രഹ്മചര്യത്തിൻ്റെ പാതയിൽ, സന്യാസത്തിൻ്റെ പാതയിൽ, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പാതയിൽ ക്രിസ്തുവിന് തങ്ങളുടെ ജീവിതം നേദിക്കുന്ന മനുഷ്യർ മറിയത്തെപ്പോലെയാണ്. അവർ അവന് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സന്തോഷങ്ങളും ഏറ്റവും നല്ല സാധ്യതകളും. മറിയം കൊടുക്കുന്ന തൈലത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അത് പ്യുവറാണ്, അത് ശുദ്ധമാണ്. പരിശുദ്ധനായ ദൈവത്തിന് നാം സമർപ്പിക്കുന്നതെല്ലാം പരിശുദ്ധമായിരിക്കണം. ശുദ്ധമായ ഇൻറ്റൻഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നോ ഇല്ലയോ എന്നതല്ല, ഒരാളൊരു പ്രവൃത്തി എന്ത് മോട്ടിവേഷനോടെ ചെയ്യുന്നു എന്നതാണ് ആ പ്രവൃത്തിയുടെ ഗുണപരതയെ നിർണ്ണയിക്കുന്ന ആത്യന്തിക ഘടകം. ഒരാൾ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നതല്ല, എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതാണ് അതിൻ്റെ പരമമായ മൂല്യത്തെ നിർണ്ണയിക്കുന്ന ആത്യന്തികമായ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ ഉദ്ദേശം ശുദ്ധമല്ല, ഉദ്ദേശ്യശുദ്ധിയില്ല. ഇൻറ്റൻഷൻസ് പൊള്യൂട്ടഡാണ്, കണ്ടാമിനേറ്റഡാണ്. ഒത്തിരി പേർ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അധ്വാനിക്കുന്നത് എന്തിന് എന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഒടുവിൽ ഈ സുവിശേഷത്തിൻ്റെ ഒടുവിൽ ക്രിസ്തു വിശുദ്ധ പത്രോസ്ലീഹായെ നേരിടുന്നത് ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മറിയത്തിൻ്റെ സമർപ്പണത്തെ ശുദ്ധമാക്കി മാറ്റിയത് അവരുടെ ഉദ്ദേശശുദ്ധിയാണ്, അവരുടെ സമർപ്പണത്തിലെ നൈർമല്യമാണ്, അവരുടെ മനസ്സിലെ നിർമ്മലമായ ഉദ്ദേശശുദ്ധിയാണ്. ശുദ്ധമായിരിക്കണം നമ്മൾ ക്രിസ്തുവിനെ സമർപ്പിക്കുന്നത്. ഇനി വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു. ഞാൻ നേരത്തെ മറിയത്തെക്കുറിച്ചുള്ള 2 എപ്പിസോഡുകൾ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മറിയത്തിന് യേശുവിൻ്റെ ശരീരത്തിൽ ഏറ്റവും അറ്റാച്ച്മെൻറ്റ്, ആകർഷകത്വം, അടുപ്പം തോന്നിയിരുന്ന ശരീരാവയവം പാദമാണ് എന്ന്. പാദങ്ങളെ പ്രണയിച്ച പെൺകുട്ടിയാണത്. പാദപത്മജത്തിൽ മുഖം ചേർത്തിരുന്ന പെൺകുട്ടി. അവൾ യേശുവിൻ്റെ പാദങ്ങളെ സ്നേഹിച്ചു, പാദാന്തികത്തിലിരിക്കാൻ ഇഷ്ടപ്പെട്ടു, പാദം കണ്ണീരുകൊണ്ട് കഴുകി, പാദങ്ങളിലിരുന്നു, കാൽച്ചുവട്ടിലിരുന്നു. ഇപ്പോൾ ഇവിടെ അവൾ സുഗന്ധ ലേപനം നടത്തുന്നത്, സുഗന്ധതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് യേശുവിൻ്റെ പാദങ്ങളെയാണ്. അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. ഇവിടെ ഒരു കുപ്പി സുഗന്ധതൈലം എന്നാണ് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവളുടെ കുപ്പി അല്ലെങ്കിൽ ഭരണി തുറന്ന് എന്നാണ് മർക്കോസും പറയുന്നത്. പക്ഷേ
ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഷീ ബ്രോക്ക് ദ ജാർ എന്നാണ്. അവൾ കുപ്പി ഉടച്ചു, ഭരണി ഉടച്ചു എന്നാണ്. അതിനകത്ത് മനോഹരമായ ചില സൂചനകളുണ്ട്. അതായത് ഈ വിലയേറിയ ഈ ശുദ്ധമായ സുഗന്ധതൈലം സൂക്ഷിച്ചു വച്ചിരുന്ന ഭരണി പോലും പിന്നീട് തൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ഒരവകാശവാദങ്ങളും ഉന്നയിക്കാനോ തൻ്റെ സമർപ്പണത്തെക്കുറിച്ച് സ്വയം ഓർമ്മിക്കാനോ മറ്റുള്ളവരോട് പറയാനോ തനിക്ക് അതിൻ്റെ തിരുശേഷിപ്പായോ അവശേഷിപ്പായോ അതിൻ്റെ ഓർമ്മയുടെ അടയാളമായോ ഈ കുപ്പി പോലും ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു. ക്രിസ്തുവിനെ കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും ജീവിതത്തിൽ ഒരു കണക്കും അവശേഷിക്കരുതെന്ന് അവൾ തീരുമാനിച്ചു. രണ്ടാമത്തേത്, ആ ഭരണി ഉടച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഇനി ഒരു തുള്ളി തൈലം പോലും മിച്ചം വരരുതെന്നും അവൾ ആഗ്രഹിച്ചു. സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥമായ സമർപ്പണത്തിൻ്റെയും അടയാളമായിരുന്നു കുപ്പി ഉടച്ചു, ഭരണി ഉടച്ചു എന്ന് സുവിശേഷകർ പറയുന്നത്. ഇങ്ങനെ നിസ്വാർത്ഥമായും വിവരിക്കാനാവാത്ത, വിലമതിക്കാനാവാത്ത സ്നേഹത്തോടെയും സമ്പൂർണമായ സമർപ്പണത്തോടെയും സമ്പൂർണമായും ഒരാൾ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന് സുഗന്ധമുണ്ട്. അത് സമൂഹത്തിൽ ഒരു പരിമളമായി നിറയും. നമ്മൾ സമൂഹത്തിൽ സുഗന്ധം പരത്തുന്നവരാണോ ദുർഗന്ധം പരത്തുന്നവരാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത് സമർപ്പണത്തിൻ്റെ സത്യസന്ധതയിൽ നിന്നാണ്. ഉദ്ദേശശുദ്ധിയില്ലാതെയും മലിനമായ ഉദ്ദേശങ്ങളോടെയും ആത്മാർത്ഥതയില്ലാതെയും മറ്റെന്തെങ്കിലും മോട്ടിവേഷൻസോടുകൂടിയും നടത്തുന്ന സമർപ്പണങ്ങൾ പരിമളമായല്ല, ദുർഗന്ധമായാണ് അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവൾ ആ സമർപ്പണം നടത്തുമ്പോൾ അവളുടെ മനസ്സിനെ ഭരിച്ച ചിന്ത എന്താവും? യേശുവിൻ്റെ പാദാന്തികത്തിൽ ഈ തൈലം അഭിഷേകം ചെയ്യുമ്പോൾ അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക, ഏറ്റവും വിലപിടിപ്പുള്ളത് യേശുവിന് കൊടുക്കണം. അതുകൊണ്ടാണ് തൻ്റെ ശേഖരത്തിൽ ഏറ്റവും അപൂർവമായ ഈ മാറ്റിവെച്ചിരുന്ന, കരുതി വെച്ചിരുന്ന സമ്മാനം കണ്ടെടുക്കാൻ അവൾക്ക് കഴിയുന്നതും അവൾ യേശുവിന് കൊടുക്കുന്നതും. എന്നാൽ പെട്ടെന്ന് സുവിശേഷകന്മാരെല്ലാം തന്നെ, അത് മത്തായി ആവട്ടെ, മർക്കോസ് ആവട്ടെ, യോഹന്നാനാവട്ടെ, എല്ലാവരും തന്നെ ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് മറ്റൊരു കഥാപാത്രത്തെ കൊണ്ടുവരും. അത് യൂദാസ് കറിയോത്തയാണ്. യൂദാസ് ഉടനെ ഇടപെടുകയാണ്. അവൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടാ? യോഹന്നാൻ പെട്ടെന്ന് ഒരു കമൻറ്റ് പറയുന്നുണ്ട്, സുവിശേഷകൻ്റെ കമൻ്റാണ്. അതവന് ദരിദ്രരോട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് അവനൊരു പണക്കൊതിയനായിരുന്നത് കൊണ്ടും പണസഞ്ചിയിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. എന്താണ് യൂദാസിന് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ്? ഇങ്ങനെ ചിന്തിക്കുക, യേശുവിൻ്റെ പാദത്തിൽ അഭിഷേകം ചെയ്യുന്നതിന് പകരം മറിയം ഈ സുഗന്ധ തൈലം കൊണ്ടുപോയി വിറ്റ് ആ പണം ദരിദ്രരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഈശോയെ ഏൽപ്പിച്ചാൽ ഈ പണം നേരെ പോകുന്നത് യൂദാസിൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചിയിലേക്കാണ്. ദരിദ്രരെ സഹായിക്കാൻ ഈശോ പറയുന്നത് യൂദാസിനോടാണ്. നമുക്കതിന് വരുന്ന അധ്യായങ്ങളിൽ കാണാൻ പറ്റും. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് ഈശോ 12 ശിഷ്യന്മാരിൽ ആരോടാണ് പറയാൻ പോകുന്നത്? യൂദാസിനോടാണ്. കാരണം പണസഞ്ചി അവൻ്റെ കയ്യിലാണ്. 12 പേരുടെ ഖജാൻജിയായിരുന്നു യൂദാസ്. മറിയം ഈ സുഗന്ധതൈലം 300 ദിനാറയ്ക്ക്, അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ശരാശരി യഹൂദ പുരുഷൻ്റെ വാർഷിക വരുമാനമാണ് 300 ദിനാറ, ആനുവൽ ഇൻകമാണ്. അപ്പോൾ ഒരു വർഷം മുഴുവൻ ഒരു മനുഷ്യൻ ജോലി ചെയ്താൽ കിട്ടുന്ന ഈ ആനുവൽ ഇൻകം, അത് മുഴുവൻ യൂദാസിൻ്റെ കയ്യിലിരിക്കുന്ന പണസഞ്ചിയിൽ കിട്ടിയാൽ യൂദാസിന് തീർച്ചയായിട്ടും കുറച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാം, കുറച്ച് അവൻ എടുക്കുകയും ചെയ്യാം. അതായിരുന്നു യൂദാസിൻ്റെ ഈ ചോദ്യത്തിന് പിന്നിലുള്ള യൂദാസിൻ്റെ ചിന്താഗതി ഇതാണ്. ഇത് ഈ പണസഞ്ചിയിൽ വീണിരുന്നെങ്കിൽ കുറച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നു, കുറച്ച് എനിക്ക് എടുക്കാമായിരുന്നു. അതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലെ ധ്വനി, അവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് അവൻ പ്രകടിപ്പിക്കുകയാണ്. അവൻ പറയുകയാണ്, എന്തുകൊണ്ടിത്
എന്തുകൊണ്ട് ഇത് 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടാ? അവനത് പറഞ്ഞത് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ഇനിയിപ്പോൾ ഈശോ പറയുകയാണ്, അവളെ തടയണ്ട, യൂദാസ്, അവളെ തടയണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി അവൾ ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ഇവിടെയാണ് ഇതിനകത്തെ നമ്മളെ ഈ ഒരു സുവിശേഷ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായ ഒരു ആശയം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അതായത് ഈശോ പറയുകയാണ്, അവളെ തടയരുത്. നിങ്ങൾ ഒരു കാരണത്തിൻ്റെ പേരിലും അവളെ തടയരുത്. ഏറ്റവും നിർമ്മലമായ ഉദ്ദേശശുദ്ധിയോടെ ഇവൾ സമർപ്പിക്കുന്ന ഈ സമർപ്പണം ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞ് 6 ദിവസം കഴിയുമ്പോൾ യേശു കൊല്ലപ്പെടും. ഒരു പെസഹ തിരുനാളിനാണ് ഈശോ കൊല്ലപ്പെടുന്നത്. അന്ന് ഈശോ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കാൻ പിറ്റേന്ന് സാബത്തായതുകൊണ്ട് 6 മണിക്ക് മുമ്പ് തന്നെ, സാബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, യഹൂദൻ്റെ സാബത്ത് ആരംഭിക്കുന്നത് തലേന്ന് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ സാബത്ത് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ 6 മണിക്ക് തന്നെ യേശുവിൻ്റെ മൃതദേഹം കുരിശിൽ നിന്നിറക്കാൻ ധൃതി പിടിച്ച് നിക്കോദിമോസും ജോസഫും കൂടി നടത്തുന്നൊരു ഓട്ടമുണ്ട്. ഈശോ മരിക്കുന്നത് 3 മണിക്കാണ്. അപ്പോൾ ഇനി ഈശോ കുരിശിൽ മരിച്ചു കിടക്കുന്നതിനും ഈശോയുടെ മൃതസംസ്കാരത്തിനും ഇടയിൽ 3 മണിക്കൂറിൻ്റെ ഇടവേളയുള്ളൂ. ഇതിനിടയിലാണ്, ആ 3 മണിക്കൂർ ഗ്യാപ്പിനിടയിലാണ് നിക്കോദിമോസും അരിമത്യക്കാരൻ ജോസഫും പീലാത്തോസിൽ നിന്ന് പോയി അനുവാദം വാങ്ങി തിരികെ വന്ന് വേഗം തുണികളൊക്കെ വാങ്ങി സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് യേശുവിനെ അഭിഷേകം ചെയ്യുന്നത്. യഹൂദൻ്റെ ശവസംസ്കാര ക്രമമനുസരിച്ച് ഒരു യഹൂദ പുരുഷൻ്റെ മൃതദേഹം, ഒരു യഹൂദ മനുഷ്യൻ്റെ മൃതദേഹം ലേപനം ചെയ്ത് ശവസംസ്കാരത്തിനൊരുക്കുന്നതിന് 3 ദിവസങ്ങൾ മുതൽ 7 ദിവസങ്ങൾ വരെയാണ് അവരെടുത്തിരുന്ന സമയം. അപ്പോൾ ഇത് വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ലേപന പ്രക്രിയയാണ്. അത് ചെയ്തിരുന്നത് സ്ത്രീകളാണ്. യേശുവിൻ്റെ കാര്യത്തിൽ ഇനി 6 ദിവസം കഴിയുമ്പോൾ ഈ ദീർഘമായ ലേപന ശുശ്രൂഷ നടക്കുകയില്ല. വിലയേറിയ സുഗന്ധ തൈലം വാങ്ങി ജോസഫും അരിമത്യക്കാരൻ ജോസഫും നിക്കോദിമോസും വരുമെങ്കിലും പ്രോപ്പറായ ഒരു ബറിയൽ പ്രിപ്പറേഷൻ നടത്താൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ മുമ്പിൽ, നമ്മൾ നോക്കിച്ച് പറഞ്ഞാൽ, കുറേ മിനിറ്റുകൾ മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. വ്യഗ്രതയിൽ, വേവലാതിയിൽ, വെപ്രാളത്തിൽ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു ജോലി, അതും ദിവസങ്ങളെടുത്ത് ചെയ്യേണ്ട ഒരു ജോലി പുരുഷന്മാർ ധൃതി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കബറടക്കപ്പെടാൻ പോകുന്ന ശരീരത്തിന് പ്രോപ്പറായ ഒരു തൈലാഭിഷേകം നടക്കാൻ ഇടയില്ല. ഇത് ഈശോയ്ക്കറിയാം, പിതാവിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. എൻ്റെ ചോദ്യം, ഇത് മറിയത്തിനെങ്ങനെ അറിയാം? ഇവിടെയാണ് നമ്മൾ ഈ മറിയത്തെക്കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്ന 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും മറിയം യേശുവിൻ്റെ പാദത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ആഴവും മനോഹാരിതയും നമ്മൾ തിരിച്ചറിയുന്നത്. ത്രിത്വൈക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാത്രം അവർക്കറിയാമായിരുന്ന ഒരു രഹസ്യം, യേശുവിൻ്റെ ശരീരത്തിന് പ്രോപ്പറായ ഒരു ലേപനം, ഒരു അനോയിൻറ്റിങ് കിട്ടുകയില്ല എന്ന ആ ദൈവഹൃദയത്തിലെ മറഞ്ഞുകിടന്ന മഹാരഹസ്യം ഈ പെൺകുട്ടി എങ്ങനെ അറിഞ്ഞു? അതിൻ്റെ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലിരുന്ന, ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ വീണ് ആരാധന സമർപ്പിച്ച, ക്രിസ്തുവിൻ്റെ പാദത്തെ ലേപനം കൊണ്ട് അഭിഷേകം ചെയ്ത, സുഗന്ധ ലേപനം ചെയ്ത ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ മറ്റാർക്കും മനസ്സിലാകാത്ത മഹാനിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ ആർക്കാണ് വെളിപ്പെടുന്നത്?
പാദാന്തികത്തിലിരിക്കുന്നവർക്കാണ്, ആരാധകർക്കാണ്. ദൈവത്തിൻ്റെ വിങ്ങലുകൾ, ദൈവഹൃദയത്തിലെ ഭാരം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദനകൾ, ദൈവഹൃദയത്തിലെ സ്വപ്നങ്ങൾ ആർക്കാണ് വെളിപ്പെട്ട് കിട്ടുന്നത്? അത് വെളിപ്പെട്ട് കിട്ടുന്നത് കർത്താവിൻ്റെ ഹൃദയത്തോട്, ദിവ്യകാരുണ്യത്തോട്, കർത്താവിൻ്റെ പാദങ്ങളോട്, ആരാധനയോട് ചേർന്നിരിക്കുന്നവർക്കാണ്. ഇത് മറിയത്തിന് മാത്രം മനസ്സിലായി. 12 അപ്പസ്തോലന്മാർക്ക് പോലും മനസ്സിലാകാതിരുന്ന ഈ നിഗൂഢമായ രഹസ്യം മറിയത്തിന് മനസ്സിലായത് അവൾ ക്രിസ്തുവിൻ്റെ പാദത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. 9-ാമത്തെ വാക്യം, അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ചിന്തകൾ അവസാനിക്കുമ്പോൾ കർത്താവിന് നമ്മൾ നടത്തുന്ന സമർപ്പണം, അതിൻ്റെ ഉദ്ദേശശുദ്ധി, അത് നിർമ്മലമാണോ, അത് വിലയേറിയതാണോ, അത് നിസ്വാർത്ഥമാണോ, അത് സമ്പൂർണ്ണമാണോ എന്ന് തിരിച്ചറിയാനും ഭക്തരിൽ നിന്ന് ശിഷ്യരിലേക്ക്, ആരാധകരിലേക്ക്, പാദത്തെ പ്രണയിക്കുന്നവരിലേക്കുള്ള ദൂരം താണ്ടാനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബൈബിൾ വായനാ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ഈ വചനചിന്തകളിലൂടെ വീണ്ടും അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.